വേദന കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു. ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോണ്ടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാലെന്താ? എന്റെ ഡ്യൂട്ടി പകലാ. നിങ്ങൾ രാത്രിയിലും നിൽക്കൂ സിസ്റ്ററെ. വെറുതെ വേണ്ട, സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരമായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്ത് എഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്ക് ഇപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടായി. അമ്പലത്തിലെ പ്രസാദ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയില്? ഉണ്ടല്ലോ. അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ 1-2 അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടായി. എനിക്ക് വന്ന നഷ്ടത്തിനെ ഞാൻ കേസ് കൊടുക്കും. ഞങ്ങൾ മോഷ്ടിക്കാനുമല്ല വന്നത്. അയ്യോ ആന്റി, ഒരക്ഷരം വേണ്ടി പോയി. ഐ സേ യു ഗെറ്റ് ലോസ്റ്റ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാടേ? എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി ഇംഗ്ലീഷുകാർ വരെ തള്ളക്ക് വിളിച്ചു തുടങ്ങി. ഗോപി, സുരേന്ദ്ര, നീ വിഷമിക്കാരിയുടെ. നിനക്ക് വിഷമമില്ലേ? ഇടേ, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വട്ട് പിടിച്ചാലേ. അതോ ഇനി നമുക്കാണോ വട്ട്? ഈ തള്ള ഞാൻ ഒരുത്തനെ കാണുന്നില്ലല്ലോ. ഇന്ന് കടമടക്കമാണോ? ഒരുത്തം മാത്രം ഒരല്പം ജീവനോടുകൂടെ ഉണ്ട്. ഇതെന്ത് പറ്റി ജോർജ് ചേട്ടാ? നിൽക്കവിടെ. കൊല്ലും കണ്ടില്ല ഞാൻ. നീയൊക്കെ CID ആണെങ്കിൽ ഞാൻ ഒരു കേടിയാണെന്ന് കൂട്ടിക്കോ. CID ജോർജ് ചേട്ടന് മറ്റു പിടിച്ചോ? അതേടാ, ഞാനും CID ആണെന്ന് അവന്മാര് പറഞ്ഞത്. എന്റെ ഈ കൈ തല്ലി ഓടിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. വിടില്ല ഞാൻ. നിനക്കൊക്കെ ചോറ് തന്ന ഈ കയ്യ് നീയൊക്കെ തന്നെ തല്ലി ഓടിച്ചു. മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങണ വെളിയിൽ. ഈ ജാതകത്തിലൊക്കെ സത്യം ഉണ്ടെന്ന് ഇപ്പൊ ശരിക്ക് ബോധ്യായി. അമ്മയുടെ കത്തിലുണ്ടായിരുന്നു ശനി തലയ്ക്ക് മീതെ നിൽക്കുകയാണ്, വളരെ സൂക്ഷിക്കണം. അത് നിന്റെ കാര്യം. എന്റെ ജാതക പ്രകാരം എനിക്കിപ്പോ വളരെ നല്ല സമയമാണ്. എന്തോന്ന് നല്ല സമയം? ആദ്യം കുടികിടപ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ശക്തമായ ദേഹോദരവും, ഇപ്പൊ ഇതാ അന്നവും തുലഞ്ഞു. എരപ്പാളി ജാതകക്കാരന്റെ കൂടെ നടക്കുന്നവനും എരന്നു പോകുന്നതായിരിക്കും ഫലം. സത്യം പറ, നീ CID ആണ്? CID നിന്റെ ഞാൻ വല്ലം വിളിച്ച് പറയേ. പിന്നെ ഇതെന്ത് പണ്ടാരമാണെന്നാ ഞാൻ ചോദിക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില ഏതായാലും ഞാൻ CID ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ചിലപ്പോ രാമദാസെന്നും വിജയനെന്നും പറഞ്ഞ് 2 CID കാണുമായിരിക്കും. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൂത്തി ഞാൻ കുടലെടുക്കും. എന്നിട്ടോ മനസ്സമാനത്തോട് ജയിലിൽ പോയി കിടക്കൂടെ? ഹലോ, ഗുഡ് മോർണിംഗ്. കൽപ്പിത കഥയിലെ എടാ, ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോവാല്ലേ? എടാ, പോകാമോന്ന്. നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഒന്ന് പോയേ. എടാ, നിന്റെ കാര്യങ്ങൾ നോക്കാൻ. പ്ലീസ്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ, പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയുകയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാട് എവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാൻ എന്നോട് പറഞ്ഞില്ലേ? പിന്നെ കണ്ടൂടെ? സിസ്റ്റർ നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാ വരേണ്ടത്? നീ ഇങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? ഇവന്റെ മിസ്റ്റർ വിജയന്റെ ഫ്രണ്ടല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള്, ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ.
ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം. അവന്റെ മൂത്ത മകള് SLC തോറ്റു നിൽക്കുക. ഓഹോ. അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ? ഒന്നുമില്ല. ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? ആ, നല്ല ഓർമ്മശക്തിയാണല്ലോ. എനിക്ക് മറ്റെന്താണ് കുട്ടി ഓർക്കാനുള്ളത്? Paul Barber? Yes. Back injury? Here. Manon? India? Yes. Are you crazy? Madam, it is something very important, Madam. Paul Barber. I don't know any barbers. Why don't you go hunt some barber shop? Get lost. അവരെന്തിനാ ചൂടായത്? എന്ത് ചെയ്യാനാ സിസ്റ്ററെ, ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി എങ്ങനെ ആയി പോയില്ലേ? മനസ്സിലായില്ല. ചിലപ്പോ വെടി, ചിലപ്പോ ഇടി. 24 മണിക്കൂറും ഡ്യൂട്ടി. സിസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മുതുകിന് താഴെ ഒരു മുറിവുമായി ആഴ്ചകൾക്ക് മുൻപ് ഒരു മലയാളി ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ കാര്യം? സിസ്റ്റർ രഹസ്യങ്ങൾ പുറത്തുവിടുന്ന ടൈപ്പ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നതെന്ന് ഓർക്കണം. അയ്യോ, അത്രയും വലിയ രഹസ്യമൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. താങ്ങണം, താങ്ങേ പറ്റൂ. കാരണം സിസ്റ്ററുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു CID-യാണ്. CID രാംദാസ്. അപ്പോ ഇന്ത്യയിലുള്ള CID-കൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണോ? കൂട്ടത്തോടെയോ? അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞത് പുള്ളിയും CID-ആണെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? എന്താ, നുണയാണോ? അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും. കേക്കാം. എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. വേണ്ട സിസ്റ്റർ, അവൻ സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവൻ എന്റെ ഒരു ഫ്രണ്ടല്ലേ. കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് എന്നെ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഉള്ളത് പറയണമല്ലോ, അവനും അവിടെ ചെറിയൊരു ജോലിക്കാരനാണ്. ഞാൻ അമേരിക്കയിൽ വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ അവൻ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചിലരുടെ സഹായത്തിനൊക്കെ ആയിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ അവൻ ഇവിടെ കിടപ്പിലായതോടുകൂടി എന്റെ കഞ്ഞുകൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്തുപറ്റി? ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായി. കുറ്റം പറയരുതല്ലോ. ചോറാകട്ടെ, കറിയാകട്ടെ, അല്ലെങ്കിൽ കഞ്ഞിയാകട്ടെ, പയറാകട്ടെ, അവൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല. അതാ ഇപ്പൊ കുടുങ്ങിയത്. ഭക്ഷണം ഉണ്ടാക്കാനും സഹായത്തിനൊക്കെ ആയിരുന്നെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരായിരുന്നല്ലേ? ആരുടെ ഭാര്യ? വല്ലവരുടെയും ഭാര്യമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഭാര്യയോ? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ഐ ആം എ ബാച്ചിലർ. ചുമ്മാ. അയ്യോ, സത്യമായിട്ട് ഞാൻ ബാച്ചിലറാണ്. അപ്പോ SSLCക്ക് പഠിക്കുന്ന ഒരു മകളില്ലേ നിങ്ങൾക്ക്? സിസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാ. എന്താ മകളുടെ പേര്? മകളുടെ പേര് വിശാലാക്ഷി, ഭാര്യയുടെ പേര് കമലാക്ഷി. മണ്ടാം കേട്ട ആ മൂഷികൻ സിസ്റ്ററിനോട് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു? ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. സത്യമായിട്ടും സിസ്റ്ററെ ഞാൻ കെട്ടിയിട്ടില്ല. 1960-ലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കൂട്ടിക്കൊള്ളൂ. ഐ ആം BCom ഫസ്റ്റ് ക്ലാസ്, യു നോ, ആൻഡ് ഹി ഈസ് ഓൺലി പ്രീ ഡിഗ്രി. പിന്നെ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? അത് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ എവിടാ താമസിക്കുന്നത്? എന്റെ പേര് സേതുലക്ഷ്മി എന്നാ. ഈ സേതുലക്ഷ്മി എന്ന് പേരുള്ളവര് അവരുടെ താമസ സ്ഥലം പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, സിസ്റ്റർ സിസ്റ്റർ എന്നുള്ള ഈ വിളി കുറയ്ക്കാന്ന് പറയായിരുന്നു. ഓ, അങ്ങനെ. അപ്പോ സേതുലക്ഷ്മി കുട്ടി അല്ലേ?